ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇന്നൊരു 4 മണി പലഹാരം ഉണ്ടാക്കാം കേട്ടോ. വേറെ ഒന്നുമല്ല, ചെമ്മീൻ വടയാട്ടോ. അന്ന് നമ്മൾ വാട്ടർ ഫ്രണ്ടിൽ പോയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ വാട്ടർ ഫ്രണ്ടിൽ പോയിട്ട് വന്നപ്പോൾ കുറേ ചെമ്മീനും അതുപോലെ തന്നെ മീൻ മുട്ടയും മീനും അങ്ങനെ കുറേ കാര്യങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ വിളിച്ച് പറഞ്ഞതാ കുറേ ചെമ്മീൻ ഇരിപ്പില്ല, എനിക്ക് ചെമ്മീൻ വട വേണമെന്ന്. അപ്പോൾ ചെമ്മീൻ വട 2 രീതിയിൽ തയ്യാറാക്കാം കേട്ടോ. അപ്പം ഞാൻ പരിപ്പ് വട പോലെ ആണ് കേട്ടോ ചെമ്മീൻ വട. ആ പരിപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ചെമ്മീൻ വട തയ്യാറാക്കുക. അല്ലാതെ തന്നെ നമുക്ക് ചെമ്മീൻ മാത്രം ഉപയോഗിച്ചും തയ്യാറാക്കാം. ഇപ്പം ഇന്ന് ഞാൻ പരിപ്പ് വടയും കൂടെ, എനിക്ക് അങ്ങനെ ഇഷ്ടമാണ്. ഞാൻ ചിലപ്പം ചെമ്മീൻ ചേർത്തൊന്നും കഴിക്കത്തില്ല. അപ്പം എനിക്ക് അല്ലാത്ത വടയും തയ്യാറാക്കാം, പരിപ്പ് വടയായിട്ടും തയ്യാറാക്കാം. ബാക്കി നമുക്ക് ചെമ്മീൻ വടയും കൂടെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. ഏട്ടൻ വരുന്നതിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെമ്മീൻ വട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ 3 മണിക്കൂർ കുതിർത്ത പരിപ്പ് വടയ്ക്ക് ഉപയോഗിക്കുന്ന പരിപ്പുണ്ടല്ലോ, അത് കുതിർത്ത് വെക്കുക. അതിനുശേഷം ആ ഒരു പരിപ്പിൽ നിന്ന് ഒരു 1/4 ഭാഗം, നമ്മൾ എത്ര പരിപ്പാണോ എടുത്ത് അതിൻ്റെ ഒരു 1/4 ഭാഗം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനകത്തിലേക്ക് നമ്മൾ പെരുംജീരകവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. ഒരു 1/2 ടേബിൾ സ്പൂണോളം പെരുംജീരകവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അരയണ്ട, ഒന്ന് ചതച്ചെടുക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റൽമുളക് കൂടെ ഈ സമയത്ത് ഇടാം. ഞാൻ പിന്നെ ചില്ലി ഫ്ലേക്സ് ഇടുന്നതുകൊണ്ട് വറ്റൽമുളക് ഇപ്പോൾ ഇടുന്നില്ലെന്നേ ഉള്ളൂ. വറ്റൽമുളക് ഇടുവാണെങ്കിൽ 2 വറ്റൽമുളക് കൂടെ ഈ സമയത്തൊന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചെമ്മീനും കൂടെ ഒന്ന് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ ചെമ്മീനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. ചെമ്മീനും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പരിപ്പുണ്ടല്ലോ, ചതയ്ക്കാത്ത പരിപ്പ്, അതും കൂടെ അതിനകത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓരോ ഐറ്റംസ് ഇടാം. നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി, ഇച്ചിരി കൂടുതലിട്ടാൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും അതുപോലെ തന്നെ കുഞ്ഞുള്ളിയാണ് ഏറ്റവും നല്ലത്. ഞാൻ ഇപ്പോൾ ഇച്ചിരി സവാള എടുത്തിട്ടുണ്ട്, കാരണം എൻ്റെ കുഞ്ഞുള്ളി ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ സവാളയും ഒരു ചെറിയൊരു സവാള അത്രയും കൂടെ ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ അതിനകത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ എന്നിട്ട് അതിനകത്തിലേക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വറ്റൽമുളക് നേരത്തെ ചതച്ചിട്ടുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ച് ഗരം മസാലയോ ചിക്കൻ മസാലയോ വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെമ്മീൻ വടയായിട്ട് കുറച്ച് എരിവുള്ളത് നല്ലതാണ്, അതുകൊണ്ട് ഒരുപാട് എരിവ് വേണ്ട. ഇപ്പം ഞാൻ കാണിച്ചത് കറക്റ്റ് ഒരു എരിവാണ് കേട്ടോ. അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്ത് എടുക്കുക. എന്നിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുക, എണ്ണ ഒഴിക്കുക പാനിലേക്ക്. എന്നിട്ട് ഞാൻ ഈ ഒരു വട ഇടുന്ന ആ ഒരു പോർഷൻ എൻ്റെ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. കയ്യിലേക്ക് കുറച്ചൊന്ന് വെള്ളം ഒന്ന് തടവിയിട്ട് ഒരു ബോൾ പോലെ ആക്കിയിട്ട് കയ്യിൽ 2 കൈയുടെ ഇടയിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വട രീതിയിലായി കിട്ടുമല്ലോ, നമുക്കറിയാമല്ലോ എല്ലാവർക്കും. അങ്ങനെ ആയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ ചെമ്മീൻ വട. ഇപ്പം ചെമ്മീൻ ഒഴിവാക്കി തന്നെ നമ്മുടെ സാധാ പരിപ്പട, ഞാൻ പരിപ്പട ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത്. ചെമ്മീനോട് ആഡ് ചെയ്തപ്പോൾ ചെമ്മീൻ വടയായി, അത്രയേ ഉള്ളൂ. ചെമ്മീൻ്റെ നല്ലൊരു ഫ്ലേവർ, ഞാൻ അത്യാവശ്യം വലിയ ചെമ്മീനായതുകൊണ്ട് കുറച്ചേറെ എടുത്തിട്ടുണ്ടെന്ന്, അതുകൊണ്ട് നല്ല ചെമ്മീൻ്റെ ഫ്ലേവറും കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത്, കാരണം ഉള്ളു വേവില്ല, പുറവശം കരിഞ്ഞും പോകും. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ, ലോ എന്ന് പറഞ്ഞാൽ മീഡിയം ടു ലോ, ആ ഒരു ഫ്ലെയിമിൽ കിടന്നിട്ട് 2 സൈഡും ഇങ്ങനെ മുറിച്ച് എടുക്കുക. അങ്ങനെ ചെമ്മീൻ വടയൊക്കെ തയ്യാറായ സമയത്ത് ഇപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടന് ചായ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ചായ നല്ല ചൂട് ചെമ്മീൻ വടയും കൂടെ നല്ല കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ ഈ ടീ പോട്ടിൽ ഇടാമെന്ന് വെച്ചാൽ ഈ ടീ പോട്ടിൽ ഇടുമ്പോൾ ഒരു പ്രത്യേക സാധനം കേട്ടോ ചായക്ക്. അപ്പോൾ ഞാൻ ഇതിൻ്റെ റിവ്യൂ ഇതുവരെ പറഞ്ഞിട്ടില്ല, അത് അടിപൊളി സാധനം കേട്ടോ. ഇത് നമ്മൾ സാധാരണ ചായ ഇടുന്ന പോലെ ഞാൻ ഇഞ്ചിയും ഏലക്കയായിട്ടും ആഡ് ചെയ്ത് കൊടുത്ത്. പിന്നെ ഇത് സ്പെഷ്യൽ പൊടിയാണ്, ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരത്തില്ല, ചുമ്മാ വേറൊന്നുമല്ല, പട്ട പൊടിച്ചതാട്ടോ. പട്ട പൊടിച്ചതില്ലെങ്കിൽ ഒരു ചെറിയ പീസ് പട്ടയായിട്ട് ആഡ് ചെയ്തു. എൻ്റെ പൊടിച്ചുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതെല്ലാം ഒന്ന് കാച്ചി വന്നപ്പോഴത്തേക്ക് അതിനകത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേയിലപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ എടുക്കാം. അത്രേ ഉള്ളൂ ഞാനിടുന്ന ചായ. പക്ഷേ ഒരു സ്പെഷ്യൽ എന്താ പറയുക, പ്രത്യേക ഫ്ലേവർ, ഒരു മസാല ചായയൊക്കെ ഇപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പം അങ്ങനെ ചായയും റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ പോലെ ഈ പോട്ടിൻ്റെ പറഞ്ഞിട്ടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു സ്ട്രെയിനർ കൂടെ വരുന്നുണ്ട്. ഞാൻ ആ സ്ട്രെയിനർ ഉപയോഗിക്കാത്ത വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഭയങ്കര നേർത്ത പൊടിയാണ്. അപ്പോൾ ഈ സ്ട്രെയിനറിനകത്ത് ഒഴിക്കുമ്പോഴും ആ ചായപ്പൊടി വെളിയിൽ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് സ്ട്രെയിനർ കൊണ്ട് ഉപയോഗമൊന്നും തോന്നിയില്ല. ഇച്ചിരി വലിയ ഗ്രാനൂൾസ് ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ സൂപ്പർ സാധനം കേട്ടോ ഈ ടീപ്പോട്ടെന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ കൊഞ്ചുവടയും അതുപോലെ തന്നെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചായക്കകത്ത് ഞാൻ പഞ്ചസാര ഇട്ടില്ലല്ലോ, അപ്പോൾ പഞ്ചസാര ഇല്ലാതെ ഇവിടെ ചായ കുടിക്കുകയില്ല.
അപ്പം നമുക്ക് ചായക്കകത്ത് പഞ്ചസാര ആഡ് ചെയ്തിട്ട് ചായ കുടിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെമ്മീൻ വട തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എന്താ അറിയുക, ഒരു കാര്യം കൂടെ പറയേണ്ട, ഒരു സങ്കടമായ കാര്യം, ഞാൻ ചെമ്മീൻ വട ഉണ്ടാക്കുന്ന ആവശ്യത്തിന് എൻ്റെ പരിപ്പ് വട ഉണ്ടാക്കാൻ മറന്നുപോയി. ഞാൻ പരിപ്പിനകത്തിലേക്ക് ഒരുമിച്ച് ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്തായാലും ചെമ്മീൻ വട സൂപ്പറായെന്ന് ഏട്ടൻ പറഞ്ഞു. പിന്നെ ചായ കുടിച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.